ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഫ്രണ്ട്സൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ നമുക്ക് വേളാങ്കണ്ണി പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രെയിൻ നോക്കിയപ്പോൾ ട്രെയിൻ കാലിക്കറ്റ് നിന്നാണ്. നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് ബുക്കിംഗ് ഒന്നുമില്ല, ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ പോകണം. അപ്പോൾ കോഴിക്കോട് നിന്ന് 3 മണിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ഡ്രസ്സൊക്കെ പാക്കിംഗ് ആണ്. ഞാനൊരു മുൻപ് ഫാമിലി ആയിട്ടൊക്കെ വേളാങ്കണ്ണി പോയിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കും. അപ്പോൾ മറ്റു വിശേഷങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. അങ്ങനെ ഇതൊരു പ്രീ പ്ലാൻഡ് ട്രിപ്പ് അല്ലാത്തതിനാൽ തന്നെ നമുക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. രാത്രി അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്, പക്ഷേ ഒരു വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ലോറി നിർത്തി. അത് മലപ്പുറത്തുള്ള ഒരാളുടെ ലോറിയാണ് കേട്ടോ, ഒരു പുതിയൊരു വണ്ടി. അപ്പോൾ അതിൽ കയറിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കാത്തുനിന്ന് മുഷിഞ്ഞ് അങ്ങനെ ആ പുതിയ വണ്ടിയിലുള്ള പുതിയ യാത്രക്കാരാണ് ഞങ്ങൾ. ആ വണ്ടിയിൽ ആദ്യ യാത്രക്കാരാണ്. അപ്പോൾ അങ്ങനെ ആ ട്രക്കിൽ ഒരു വലിയൊരു ട്രക്കാണ്. അങ്ങനെ ആ ട്രക്കിൽ നല്ലൊരു സ്വഭാവമുള്ള ആളുകൾ. അപ്പോൾ അവർ നമ്മളെ ട്രക്കിൽ കയറ്റി നമ്മളെ കോഴിക്കോട് ഇറക്കിയിട്ടുണ്ടായത്. അപ്പോൾ ആ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. എന്താ വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ നല്ല ടോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പലതായിട്ട് ഷെയർ ചെയ്ത് അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളാണ്. നമ്മൾ മനുഷ്യരല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ യാത്രയും നമുക്ക് എന്താ പറയുക, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് എന്താ പറയുക, നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ നല്ല ജോളിയായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം നമുക്ക് ആ വണ്ടി പുതിയ ഒരു വണ്ടി ആയതുകൊണ്ട് നല്ല കുലുക്കായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും നമുക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല. പക്ഷേ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ ഞങ്ങൾ എന്താ പറയുക ട്രിപ്പ് മാക്സിമം എൻജോയബിൾ ആക്കുമായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങളിതാ ടീ കുടിക്കുന്നതാണ്. എന്താ വെച്ചാൽ ഒരു തട്ടുകടയിൽ നിർത്തി അങ്ങനെ ഞങ്ങൾ ടീ കുടിച്ച് ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മളെ ഫ്രണ്ട് ഫിദേൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ എത്തി ഫിദേനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 5 പേരാണ് ട്രിപ്പിലുള്ളത്. ഇതൊരു പ്ലാൻഡ് അല്ലാത്തതിനാൽ തന്നെ ഞങ്ങളിപ്പോൾ ഫിദേനെ അവിടെ പോയിട്ട് ഫിദേനെ വിളിച്ച് കൂട്ടി പോകണം. അപ്പം ഫിദനി വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് ഫിദേനെയും കൂട്ടിയിട്ട് പോവാം. ലോറിയിൽ നിന്ന് ഇറങ്ങി ഒരു കട്ടൻ കുടിക്കാൻ കട്ടൻ ഷോപ്പിൽ കയറി. അതെ, എനിക്ക് മാത്രം കിട്ടിയില്ല, ഇവർ കിട്ടി, അവർക്കും കിട്ടി. അങ്ങനെ 3:10 ട്രെയിനിൽ ഞങ്ങൾ ഫിദേനെ കൂട്ടി എത്തി. ഇനി ട്രെയിൻ കയറണം. ട്രെയിനാണ് ദീപത്തിൽ ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിൻ വന്ന് ഇനി അങ്ങനെ ട്രെയിനിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെങ്ങോട്ടാ പോകുന്നത്? വേളാങ്കണ്ണിക്കാ? ഓക്കേ. ഇതാര് പ്ലാൻ ചെയ്ത? ജാൻവിയും പറ. ഫുള്ള് കൊളായില്ലേ? പറ. ഓക്കേ. ഹിമ പറയൂ, ട്രിപ്പിനെ പറ്റി പറയൂ. നിങ്ങളുടെ ഹിമ കൊറോണ വരുന്നതിനോട് മാസ്ക് ഇട്ടിരിക്കുകയാണ്. പറയൂ ഹിമ പറയൂ. പറയൂ ട്രിപ്പ് കൊളാക്കിയതിനെ പറ്റി പറയൂ. ഇവിടെ നേരിട്ട് വേളാങ്കണ്ണിക്ക് ട്രെയിൻ എന്തൊക്കെയായിരുന്നു? ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ സ്ഥലത്തെ പേരുത്താ ഈറോഡ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് ജാൻവിന് ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുന്നൊരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വഴിയൊക്കെ തെറ്റി നമ്മളിപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വേറെ അവിടെ പോയിട്ട് വേണം തൃച്ചി അല്ല ഏതൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് വേണം, അവിടുന്ന് ട്രെയിൻ മാറി കയറിയിട്ട് വേണം
വേളാങ്കണ്ണിക്ക് പോകാൻ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇപ്പം ട്രെയിൻ കിട്ടി, ട്രെയിനിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി പോവാണ്. അപ്പം ഇനി അവിടെ വെച്ച് നമ്മൾ ബാക്കി വിശേഷങ്ങൾ. ഓക്കെ. ഹലോ ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റീച്ചായി. ഇനി ഇവിടുന്ന് ഡയറക്റ്റ് വേളാങ്കണ്ണി ബസ്സിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ആ തിരുച്ചി എത്തിയിരിക്കുകയാണ്. തിരുച്ചി റെയിൽവേ സ്റ്റേഷൻ സൂപ്പറാണ്. അപ്പം അങ്ങനെ തിരിച്ചെത്തി ഈ ബസ് വഴിയാണ് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുന്നത്. ആകാശമൊക്കെ നല്ല റെയിനി. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ട്രിച്ചിയിൽ നിന്ന് വേളാങ്കണ്ണി എന്നുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറി ഏതാണ്ട് ഒരു 4 മണിക്കൂർ എത്തും വേളാങ്കണ്ണി റീച്ചാവാൻ. അപ്പം ബസ്സിൽ കയറിയത് എല്ലാവർക്കും ഓർമ്മയുള്ളൂ. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സൈഡ് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ ഏകദേശം 4 മണിക്കൂറുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വേളാങ്കണ്ണി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി റീച്ച് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ റൂം എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.